എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ ചിപ്പി ബേസിൽ, കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്നതിനെക്കുറിച്ചാണ്. ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഒരു ബ്രോഡ് സ്പെക്ട്രം തന്നെയുണ്ട്. ഇത് കൂടുതലും കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. പുരുഷന്മാരെക്കാളും ഡബിൾ റിസ്ക്കാണ് ഇത് സ്ത്രീകളിൽ കാണപ്പെടുന്നത്. ഒരു ചെറിയ ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ സാധിക്കും. എക്സാംസ് നമ്മൾ എഴുതുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഇവിടെയൊക്കെ ചെറിയ ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. എന്നാൽ അമിത ഉത്കണ്ഠ നിലനിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രതിരോധ ശക്തിയെ ബാധിക്കും. ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും. അമിത രക്തസമ്മർദ്ദവും അതുമൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ബ്രോഡ് സ്പെക്ട്രം കാറ്റഗറി തന്നെയുണ്ട്. അതിൽ പ്രധാനമായി നമ്മൾ കാണുന്നതാണ് പാനിക് ഡിസോർഡർ വിത്ത് ഓർ വിത്തൗട്ട് അഗോരഫോബിയ, അഗോരഫോബിയ വിത്ത് ഓർ വിത്തൗട്ട് പാനിക് ഡിസോർഡർ, സോഷ്യൽ ഫോബിയ, സ്പെസിഫിക് ഫോബിയ, അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ, PTSD, OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. എന്തുകൊണ്ടാണ് ആൻസൈറ്റി ഡിസോർഡർ വരുന്നത്? പ്രധാനമായും ഫാമിലി ഹിസ്റ്ററി അതൊരു മെയിൻ കാര്യം തന്നെയാണ്. രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും ഈ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായി വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തെങ്കിലും സൈക്കോളജിക്കൽ സ്ട്രെസ് വരുമ്പോഴും ആൻസൈറ്റി ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ തലച്ചോറിലെ രാസവസ്തുക്കളായ സെറട്ടോണിൻ, ഗാബ എന്നിവയുടെ ഏറ്റക്കുറച്ചിൽ വരുമ്പോഴും ആൻസൈറ്റി ഡിസോർഡർ കാണപ്പെടുന്നു. പാനിക് അറ്റാക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നേരത്തെ വീഡിയോയിലുണ്ട്. പെട്ടെന്നുള്ള നെഞ്ചിടിപ്പ്, ശ്വാസം കിട്ടാതെ വരുന്നു, കൈകാലുകൾ വിറയ്ക്കുന്നു, മരണം വരെ സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയാണ് പാനിക് അറ്റാക്കിൽ കാണുന്നത്. അഗോരഫോബിയ, തുറസായ സ്ഥലത്തേക്ക് പോകാനുള്ള ഭയം. സ്പെസിഫിക് ഫോബിയ, ചില പ്രത്യേക കാരണങ്ങളാണ് ഭയക്കാൻ. ചിലവർക്ക് ഇടിമിന്നലായിരിക്കാം, ഇരുട്ടിനോടായിരിക്കാം, രക്തം കാണുന്നതായിരിക്കാം. അടുത്തായിട്ട് സോഷ്യൽ ഫോബിയ, പെട്ടെന്നൊരു സ്റ്റേജിൽ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറയുമ്പോൾ ഭയം, ആളുകളോട് ഇടപഴകുമ്പോഴുള്ള ഭയം. ഇതൊക്കെയാണ് സോഷ്യൽ ഫോബിയയിൽ കാണുന്നത്. ആൻസൈറ്റി ഡിസോർഡർ ട്രീറ്റബിൾ ആണോ? ഇത് പൂർണ്ണമായിട്ടും ട്രീറ്റബിൾ ആണ്. ഇതിന് മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, സൈക്കോതെറാപ്പി സെഷൻസ് ഉണ്ട്. സൈക്കോതെറാപ്പിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇൻസൈറ്റ് ഓറിയൻറ്റഡ് തെറാപ്പി, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭയം വരുന്ന കാര്യങ്ങളെ ഒരു ഹൈറാർക്കി വെച്ച് നമ്മളത് തരം തിരിക്കുന്നു, എന്നിട്ട് എക്സ്പോഷർ കൊടുക്കുന്നു. ഈ ഭയമുള്ള കാര്യം തന്നെ എക്സ്പോഷർ കൊടുക്കുന്നു, എന്നിട്ട് അത് പതുക്കെ കുറച്ച് വരുന്നു. അതാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. മെഡിക്കൽ മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും ആൻസോലൈറ്റിക്സും വിത്ത് ആൻറ്റി ഡിപ്രസൻസൂടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും തളർത്തി കിടത്തുന്ന മെഡിസിൻസ് അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ കുടുംബത്തിലും സമൂഹത്തിനും പ്രയോജനമുള്ളവരായി പോസിറ്റീവായിട്ട് ലൈഫ് നയിക്കാൻ നിങ്ങളെ സഹായിക്കും. നന്ദി, നമസ്കാരം.